ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാസ് നോവല. അഗ്നിനേത്ര ഭാഗം 43. ആൻറ്റി എന്തൊന്നും പറയാതെ ഈ കണ്ട സ്വത്തെല്ലാം അവനും അവൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കട്ടെ എന്നാണോ? അപ്പോൾ യാദവോ? ജീവിക്കാൻ ഞങ്ങൾ തെരുവിലിറങ്ങി തണ്ടണോ? ദേഷ്യത്തോടെ അനാമിക ചോദിച്ചതും അതേ ദേഷ്യത്തോടെ ലത അവളെ തിരിഞ്ഞു നോക്കി. എൻ്റെ മോനെ തെരുവിൽ തെണ്ടിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്നെപ്പോലെ തന്നെ നിനക്കും അറിയാലോ. നീ അഗ്നിയുടെ ഭാര്യയായി വന്നപ്പോൾ എനിക്ക് ആ പേടിയില്ലായിരുന്നു. കാരണം നീ ഞങ്ങളെ ഇറക്കി വിടില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ലത പറഞ്ഞതും അവർ കാണാതെ അനാമിക പുച്ഛിച്ച് ചിരിച്ചു. കഷ്ടം, തള്ളയുടെ വിചാരം എനിക്ക് അവരോട് ഇഷ്ടമാണെന്നാ. ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഇവരെ ഇവിടെ നിന്നും എങ്ങനെ ചവിട്ടി പുറത്താക്കുമെന്നാണ്. എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റുകൊണ്ട് അതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ഭാവിയിൽ അഗ്നിയെ ഞാൻ സ്വന്തമാക്കുന്ന ദിവസം നിങ്ങളുടെയും നിങ്ങളുടെ മകൻ്റെയും ഈ വീട്ടിലെ അവസാന ദിവസമായിരിക്കും തള്ളേ. ഓരോന്നോർക്കവേ അവളിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. ലതയുടെ ശബ്ദമാണ് അവളെ ആലോചനകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ വന്നവൾ അവൾ ഒരു പാവം പിടിച്ചവളല്ല. ഇവിടെ ആദ്യമായി വന്നു കയറിയ ദിവസം അവൾ എന്നെ അപമാനിച്ചു. എന്നെ മാത്രമല്ല, നിന്നെയും അവൾ എന്തൊക്കെ പറഞ്ഞു മോളെ. അതൊന്നും ഞാൻ ക്ഷമിക്കില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ എൻ്റെ മോനെ തല്ലിക്കൊല്ലാറാക്കിയിട്ടാണ് നാശം പിടിച്ചവൾ. അവൾ ഇവിടെ വാഴാൻ അനുവദിച്ചാൽ എല്ലാ സ്വത്തും കൈയടക്കി അവൾ നമ്മളെ ഭരിക്കാൻ നിൽക്കും. അത് പാടില്ല. അവൻ, ആ അഗ്നി, അവന് നല്ലൊരു ജീവിതം കിട്ടിക്കൂടാ. എൻ്റെ മകനായിരിക്കണം ഈ സ്വത്തിനൊക്കെ അവകാശി. അവർ തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ. വെറുപ്പല്ലാതെ മറ്റൊരു വികാരം അവൻ അവളോട് ഉണ്ടാവാൻ പാടില്ല. അവന് ഒരു അനന്തരാവകാശി ഉണ്ടായാൽ പിന്നെ നമ്മളൊക്കെ വീടിന് പുറത്താണ്. അത് അനുവദിച്ചുകൂടാ. ആൻറ്റി പറഞ്ഞത് സത്യം തന്നെയാ. ആ അഹങ്കാരിയെ ഇവിടെ നിന്നും ഓടിക്കണം ആൻറ്റി. ലതയോട് പറയുമ്പോൾ അനാമികയുടെ മനസ്സിൽ മുഴുവൻ തന്നെ ഒരുപാട് മോഹിപ്പിച്ച അഗ്നിയുടെ ശരീര സൗന്ദര്യമായിരുന്നു. നേത്ര അഗ്നിയുടെ ജീവിതത്തിലുണ്ടായാൽ തനിക്കൊരിക്കലും അഗ്നിയെ കിട്ടില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. മോള് കണ്ടോ അവളെ അവൻ തന്നെ അടിച്ചു പുറത്താക്കുന്നത്. അവർ തമ്മിൽ അകലാൻ ആദ്യം വേണ്ടത് അവിടെ കിടപ്പ് ഒരു റൂമിൽ നിന്നും 2 റൂമിലേക്ക് ആക്കുക എന്നതാണ്. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തൻ്റെ മനസ്സിലെ പ്ലാൻ അനാമികയോട് പറഞ്ഞതും അവൾക്കും അതിനോട് സമ്മതം തന്നെയായിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ അഗ്നിയുടെ മനസ്സ് മുഴുവൻ ഗൗരിയിൽ നിന്നും കാശിയിൽ നിന്നും മറഞ്ഞ നച്ചുവിനെ പറ്റിയായിരുന്നു. എന്താണ് ഇപ്പോൾ തനിക്ക് അവളോടുള്ള വികാരമെന്ന് അവൻ അറിയുമായിരുന്നില്ല. സഹതാപമാണോ? അല്ല. എന്തിനു തനിക്ക് സഹതാപം തോന്നണം? അതിൻ്റെ ആവശ്യമില്ല. അവളെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് പലപ്പോഴും അവളിലേക്ക് മനസ്സ് ചാഞ്ഞിരുന്നു. എല്ലാവരും ഭയത്തോടെയും ആരാധനയോടെയും നോക്കുന്ന എന്നെ കാണുമ്പോൾ അവളിൽ പുച്ഛം മാത്രമായിരുന്നു. താൻ അതുവരെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളെപ്പോലെയല്ല ചാരു എന്ന് അന്നേ അറിയാമായിരുന്നു. എങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ തൻ്റെ ഈഗോ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ അനാമികയുമായി താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. എഡ്വിനോട് അവൾ അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നിയിരുന്നു. വല്ലാതെ അസ്വസ്ഥനായിരുന്നു താൻ. അതെന്തിനെന്ന് തനിക്ക് അറിഞ്ഞിരുന്നില്ല. അഞ്ജലിയെ കല്യാണം കഴിക്കാൻ സമ്മതം പറയുമ്പോഴും തൻ്റെ കണ്ണുകൾ തേടിച്ചെന്നത് അവൾക്ക് നേരെയായിരുന്നു. അവൾ ആ കല്യാണത്തെ എതിർത്ത് എന്തെങ്കിലും പറയണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നോ? കല്യാണത്തിന് വന്ന എഡ്വിൻ ചാരു അവന് പെങ്ങളെപ്പോലെയാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ കുളിര് കോരിയ പ്രതീതിയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ? കല്യാണം മുടങ്ങിയപ്പോൾ വലിയൊരു ആശ്വാസം തന്നിലും ഉണ്ടായിരുന്നില്ലേ? താനൊന്ന് കൈഞ്ഞൊടിച്ചാൽ മണിക്കൂറുകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും തൻ്റെ ഭാര്യ പദവി അലങ്കരിക്കാൻ 100 പെണ്ണുങ്ങളെ കിട്ടുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് അവളെ ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിച്ചത്? പ്രണയമാണോ തനിക്ക് അവളോട്? അറിയില്ല. എന്താണ് തനിക്ക് അവളോടുള്ള വികാരമെന്ന് ഞാൻ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കലുഷിതമായ മനസ്സോടെയാണ് അഗ്നി ഓഫീസിലെത്തിയത്. അവിടെ എത്തിയതും അവൻ്റെ മിഴികൾ തേടിയത് അവളെ ആയിരുന്നു. എന്നാൽ സീറ്റിൽ അവളെ കാണാതിരുന്നതും അവനിൽ പരിഭവം നിറഞ്ഞു. അവൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ അവൾക്കായി പരതി.
ഒടുവിൽ തൻ്റെ ക്യാബിൻ തുറന്ന് അകത്ത് കിടന്നതും അവിടെ ഷെൽഫിൽ ഫയൽ തപ്പിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ മുഖം ഒന്ന് കാണുവാൻ, അവളെ ഒന്ന് വാരിപ്പുണരുവാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന അകൽച്ച പോലും തന്നിൽ നിന്നും മാഞ്ഞു പോകുന്നത് അവൻ തിരിച്ചറിഞ്ഞു. സ്വയം മറന്ന് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. തനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നു എന്ന് തോന്നിയതും നേത്ര ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പിന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾക്ക് ആദ്യം ആശ്വാസം തോന്നി. ഗൗരി കാശിയേട്ടനോട് സത്യങ്ങൾ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നത്തോടെ തന്നെ പൂർണ്ണമായും വെറുക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ ജീവിതത്തിൽ നിന്നും തന്നെ പുറത്താക്കും. പക്ഷേ തനിക്ക് പോകാൻ പറ്റില്ല. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. അതിനുവേണ്ടി അവനോട് യുദ്ധം ചെയ്ത് നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ ആ കണ്ണുകളിൽ തന്നോട് വെറുപ്പോ ദേഷ്യമോ കാണാനില്ല എന്നത് അവളിൽ സംശയമുണ്ടാക്കി. നേത്ര അവനോട് എന്തോ പറയാൻ വന്നതും അഗ്നി അവളെ ആഞ്ഞു പുണർന്നതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ പ്രവൃത്തിയിൽ പകച്ചുപോയി അവൾ. ഒരു വേള അവളുടെ കൈകളും അവനെ തിരികെ പുണരുവാൻ ഉയർന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ ഓർമ്മയിലേക്ക് പല കാര്യങ്ങളും കടന്നു വന്നതും ഉയർന്ന കൈ അതുപോലെ തന്നെ താഴ്ത്തി. ആദ്യത്തെ പകപ്പ് മാറി ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ നോക്കിയതും തൻ്റെ തോളിൽ നനവറിഞ്ഞതും അവൾ ഞെട്ടലോടെ ബലമായി അഗ്നിയുടെ മുഖം തോളിൽ നിന്നും പിടിച്ചുയർത്തി. അവൻ്റെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കാണുകെ അവളിൽ പരിഭ്രാന്തി നിറഞ്ഞു. എന്താ എന്താ പറ്റിയേ? എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? എന്തെങ്കിലും വയ്യാകിയുണ്ടോ? സ്വയം മറന്നുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. തന്നെ പറ്റി വ്യാകുലപ്പെടുവാൻ ഒരാൾ തൻ്റെ അമ്മയ്ക്ക് ശേഷം, അതും താൻ അവളെ ഇത്രയും ദ്രോഹിച്ചിട്ടും. ഓർക്കവേ അവൻ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നി. അവളിലുള്ള അവൻ്റെ പിടി മുറുകി. അപ്പോഴാണ് താൻ ഇപ്പോഴും അഗ്നിയുടെ കൈക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന ബോധം അവൾക്ക് വന്നത്. അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറുവാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ശ്രമങ്ങൾ വിഫലമാക്കി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു അഗ്നി. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തറഞ്ഞു നിന്നു. അവനെ തള്ളി മാറ്റാൻ ബുദ്ധി പറയുമ്പോൾ മനസ്സു ശരീരവും അവനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ കൈപ്പിടിയിൽ നിൽക്കാതെ മനസ്സിനോട് അവൾക്ക് ദേഷ്യം തോന്നി. ഒരു നിമിഷം കണ്ണടച്ചതും അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർമ്മ വന്നതും അവളിൽ ദേഷ്യം നിറഞ്ഞു. അവളെ തന്നെ നോക്കി നിന്നിരുന്ന അഗ്നി അവളുടെ ദേഷ്യത്താൽ ചുവന്ന കണ്ണുകൾ കണ്ടതും അവളുടെ ചിന്ത എന്തായിരിക്കുമെന്ന് അവൾ പറയാതെ തന്നെ മനസ്സിലാക്കി. അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു. ഡോ, താൻ എന്തേ കാണിക്കണേ? എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കടോ. ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും ഭാര്യയെ? കുസൃതി ചിരിയോടെ അഗ്നി ചോദിച്ചതും അവൻ്റെ പുതുഭാവത്തിൽ പകച്ചവളിൽ നിന്നു. ആഹാ, ഭർത്താവ് കളിക്കാൻ വന്നതാണോ താൻ? ഞാൻ തൻ്റെ യഥാർത്ഥ ഭാര്യയല്ലെന്ന് സാർ മറന്നുപോയോ? ദേ, ഇത് വീടല്ല, ഓഫീസാണ്. ഇവിടെ തൻ്റെ അഭിനയം കാണാൻ മറ്റവളോ ആ തള്ളയോ ഇല്ല. അതുകൊണ്ട് ഈ ഭർത്താവ് കളി ഇവിടെ വേണ്ട. എൻ്റെ ദേഹത്തെന്തിനാ താൻ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്? അവന് നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞതും ഒരു കൈയാൽ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി മറു കൈയാൽ തനിക്ക് നേരെ നീട്ടിയ വിരൽ പിടിച്ചു തിരിച്ചു അഗ്നി. വേദനയിൽ ഒന്ന് ചാടിപ്പോയവൾ. കുറെ നേരെ നീ താൻ ഡോ എന്നൊക്കെ വിളിക്കുന്നു. നിന്നേക്കാൾ 4-5 കൂടുതലുണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഇനി മേലാൽ അഗ്നി ഏട്ട എന്നോ അല്ലെങ്കിൽ അന്ന് അനാമികയെ കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ച പോലെ ദത്തേട്ട എന്നോ വിളിച്ചോണം. അത് ഇപ്പോൾ വീട്ടിലായാലും ഓഫീസിലായാലും. കേട്ടോടി? കപട ഗൗരവത്തോടെ അഗ്നി പറഞ്ഞതും നേത്ര അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യോടാ, ഒരു ചോട്ടം വന്നിരിക്കുന്നു. എൻ്റെ പട്ടി വിളിക്കും. അവളുടെ കുസൃതി നിറഞ്ഞ സംസാരം ആദ്യമായി കേട്ടപ്പോൾ അഗ്നിയുടെ നെഞ്ച് സന്തോഷത്താൽ ഒന്ന് കുതിച്ചു ചാടി. എന്നാൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടെങ്കിലും അവനത് കാണാത്ത പോലെ നിന്നു. ആ, വിട്, വേദനിക്കുന്നു. ആ, വിട് പ്ലീസ്. അവളുടെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ അവളുടെ മുഖത്തേക്കേ നോക്കിയില്ല. ദത്തേട്ടാ, എൻ്റെ കൈ വിട് പ്ലീസ്. അവൾ പറഞ്ഞതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു.
അതേ ചിരിയോടെ മുഖം തിരിച്ച് അവൻ അവളെ നോക്കി. എന്നാൽ അവളെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ വേഗം അവളിലെ പിടിവിട്ടു. തൻ്റെ ചുവന്നു പോയ വിരലിൽ അവൾ ഊതിക്കൊണ്ട് വേദന കുറയ്ക്കാൻ ശ്രമിച്ചു. അവളെ ചുവന്ന വിരൽ കണ്ടതും അവനിൽ കുറ്റബോധമുണ്ടായി. അടുത്ത നിമിഷം നടന്ന കാര്യം കണ്ട് നേത്രയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു.